ഈ വീടിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ക്ലയൻറ്റ് ഞങ്ങളോട് ആദ്യം ആവശ്യപ്പെട്ട ഒരു ബ്രീഫിംഗ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അദ്ദേഹം പറഞ്ഞത് എനിക്ക് മാക്സിമം ഗ്രീൻ ആയിട്ടുള്ളൊരു വെജിറ്റേഷൻ്റെ ഉള്ളിലിരിക്കുന്ന പോലെ ഫീൽ ചെയ്യണം വീടിൻ്റെ അകത്ത് നിന്നാലും പുറത്ത് നിന്നാലും എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെ ഗ്രീനറീനെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം എത്തിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഈ വീടിൻ്റെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ കൂടെ പോയ മെയിൻ കാര്യം. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീടിൻ്റെ ഏത് സ്പേസിൽ നിന്ന് നോക്കിയാലും നമുക്കൊരു ഗ്രീൻ സ്പേസിലേക്കുള്ളൊരു വിഷ്വൽ നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എല്ലായിടത്തും തന്നെ നിർവഹിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് ഈ വീടിനെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു പൊസിഷനായിട്ട് നമ്മൾ നിശ്ചയിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എല്ലാ കോമൺ സ്പേസുകളിൽ നിന്ന്, അതായത് ഇതിൻ്റെ ഫോമൽ ലിവിങ്ങിൽ നിന്നായിക്കോട്ടെ, അതുപോലെ തന്നെ ഡൈനിങ്ങിൽ നിന്നായിക്കോട്ടെ, ഈവൻ മുമ്പിലത്തെ വരാന്തയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു വലിയ വാട്ടർ ബോഡിയും ഒരു ഗ്രീൻ സ്പേസും കൊടുത്തിട്ട് അതിന് ചുറ്റുമായിട്ടാണ് ഇതിൻ്റെ സ്പേസുകൾ അറേഞ്ച് ചെയ്തത്. തന്നെയല്ല ഈ പറയുന്ന കോർണർ സ്പേസുകളിൽ നിന്നൊക്കെ ഓരോ ബേ വിൻഡോസ് ഈ ഒരു വാട്ടർ ബോട്ടിലേക്ക് ഫേസ് ചെയ്ത് ഇരിക്കത്തക്ക രീതിയിൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഏത് കോമൺ സ്പേസിലിരുന്നാലും നമ്മളൊരു പുറത്താണ്, അതായത് ഒരു ഗാർഡൻ്റെ നടുക്കിരിക്കുന്ന പോലത്തെ ഒരു ഫീല് ആ വീടിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കോമൺ സ്പേസിലിരുന്നാലും നമുക്ക് ഫീൽ ചെയ്യത്തക്ക പോലെ ചെയ്യാനായിട്ടൊക്കെ ഈ പ്ലാനിൽ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്കൊരു ഐഡിയ പോലും ഇല്ല. ഷിറ്റി പിന്നെ അത്യാവശ്യം പറഞ്ഞു എന്നുവെച്ചാൽ അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ അതെല്ലാം മാക്സിമം കൊണ്ടുപോകാനും. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും അൺഇമാജിനബിൾ ആ സംഭവം. ആര് കയറി വന്നാലും നമുക്ക് ആ പുറത്തുനിന്ന് വരുന്നവര് ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ച് കയറിയ ഇത് 3000 ഉള്ളോ എന്ന് പറയുമ്പോൾ അതിശയമാണ്. 6000 മേലെ തോന്നുന്നു. നല്ല ഒരു സ്പേസും അത്ര സ്പേഷ്യസ് ആണ്. ഉള്ള സ്പേസ് വളരെ അങ്ങ് ഭംഗിയായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതായത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. പിന്നെ ലൈറ്റും വെട്ടവും വെളിച്ചവും, എവിടെ തുറന്നാലും വെട്ടം, എവിടെ തുറന്നാലും വെളിച്ചം, അതൊരു ഭയങ്കര സംഭവമാണ്. ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംപററി ശൈലിയിലാണ്. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു വീടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലല്ല ഇതിൻ്റെ എലിവേഷനിലാണെങ്കിലും ഈവൻ ഇതിൻ്റെ പ്ലാനിങ്ങിലാണെങ്കിലും ഞങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടംപററി ശൈലി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയ വിൻഡോസും ഓപ്പണിങ്സും ഒക്കെ ഇതിൻ്റെ ചുറ്റുമുള്ള വെജിറ്റേഷൻസിലേക്ക് കൊടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. തന്നെയല്ല മൾട്ടി ലെവൽസ് കൊണ്ടുവരുന്നതൊക്കെ ഈ ഒരു വലിയ വോളിയം ഈ ഒരു വീടിന് തോന്നാനായിട്ടൊക്കെ ഇടവരുത്തി. ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ലിവിങ് റൂമാണ്. അതായത് ഫോമൽ ലിവിങ് ആണ്. നമ്മൾ ഒരു വീട്ടിലേക്ക് സാധാരണ എല്ലാവരും മെയിൻ ഡോറ് കടന്നാണ് ഫോമൽ ലിവിങ്ങിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ വീട്ടിൽ നേരെ തിരിച്ചാണ്. ഫോമൽ ലിവിങ്ങിൽ നിന്ന് ഫാമിലി ലീവിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷനിലാണ് ഇവിടുത്തെ മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത്. അതായത് സേഫ്റ്റിയുടെ കൺസേൺ ഒരുപക്ഷെ വീട്ടുകാർക്ക് എപ്പോഴും വരുന്നത് ആ ഒരു പോർഷനിലാണല്ലോ. അപ്പം
ഇതിൻ്റെ ഫാമിലി സ്പേസുകളെ എല്ലാം സെക്യൂർ ചെയ്യുകയും ഇതിൻ്റെ ഫോമൽ ലിവിങ്ങിന് ഒരു എക്സ്റ്റെൻഡഡ് ഫോമും വരാന്ത എന്ന് പറയുന്ന പോലെ ഒരു വളരെ വലിയ വിൻഡോസ്, ഈവൻ സേഫ്റ്റി ഗ്രിൽസ് ഒന്നും കൊടുക്കാതെ, ഈവൻ ആ ലിവിങ് റൂമിലേക്ക് പുറത്തുനിന്ന് കയറുന്ന മെയിൻ ഡോർ ആയിക്കോട്ടെ അതും ഒരു ഗ്ലാസ് ഡോർ കൊടുത്ത്, അപ്പോൾ ആക്ച്വലി അതിൻ്റെ ചുറ്റുമുള്ള ഗ്രീൻ സ്പേസിലേക്ക്, സറൗണ്ടിങ്സിലേക്ക് ഓപ്പൺ ചെയ്ത് നിൽക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു ഫോമൽ ലിവിങ്ങിനെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആക്ച്വലി അത് നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ, എന്നാൽ എല്ലാ ഗ്രീൻ സ്പേസിലേക്കും കാഴ്ച വിഷ്വൽസ് പോകത്തക്ക രീതിയിൽ വളരെ വാം വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഏറിയ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് അതിൻ്റെ ഫോമൽ ലിവിങ് ചെയ്തിരിക്കുന്നത്. ഇത് ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യവും അറിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് ഇൻ വർക്കിങ്ങിൽ വന്നപ്പോൾ പലർക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആക്ച്വലി ഈ വീടിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയാവുന്ന ഒരു പോർഷൻ ആക്ച്വലി അതിൻ്റെ ഒരു ഫോമൽ ലിവിങ് ആണ്. അതുപോലെയാണ് നമ്മുടെ സ്റ്റെയർകേസ് ഏരിയ. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം ഡ്രോയിങ് കണ്ടപ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ രൂപം അവിടെ സ്റ്റെയർകേസിൻ്റെ അവിടെ വെക്കുന്ന അപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു, അവിടെ നമുക്കുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ വെച്ച് കഴിഞ്ഞ് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും തിരുഹൃദയത്തിൻ്റെ രൂപം നമുക്ക് കാണാം. അങ്ങനെ നല്ല ഒരു സ്റ്റെയർകേസും ആ ഒരു നല്ലൊരു ഏരിയയാണ്. സ്റ്റെയറിന് നമ്മൾ കയറുന്ന ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഇടയ്ക്കോട്ട് മുമ്പ് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അവിടെ ആയിട്ടാണ് നമ്മൾ ചെറിയ ഇൻഡോർ ആയിട്ടുള്ള കുറച്ച് ഗ്രീനറീസ് ഒക്കെ കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ അവിടെ നമ്മൾ കുറച്ചും കൂടി ഒരു ആ സ്റ്റെയർ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ പ്രയോറിറ്റി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്രീനറിയും പിന്നെ അവിടെ ഒരു ഭംഗിയായിരിക്കും. നമുക്ക് പിന്നെ ഒരു മറ്റേ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടൊരു നല്ലൊരു വൈബ് അവിടെ കിട്ടുക. രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ വീട്ടിലോട്ട് കയറുമ്പോൾ. അതാ നമ്മളിപ്പം വൈകിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ വന്ന് കയറുമ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ മുതലേ നമുക്ക് നമ്മുടെ ആണല്ലോ എന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല സത്യമായിട്ടും. അത് പിന്നെ ഇത് ഡിസൈൻ ചെയ്ത് തന്ന ഗ്രീൻ ആഷ് വില്ല ടീമിന് ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദി അറിയിക്കുന്ന